الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും തമ്പുരാന്റെ ആജ്ഞാ നിരോധങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും തത്വയുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതീവ ജാഗ്രത പാലിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തഖ്വയുടെ താല്പര്യത്തിൽ നിന്നും തെറ്റിക്കുന്ന സകലതിനോടും പിന്തിരിഞ്ഞുകൊണ്ട് അതിനോടൊക്കെയും നോ പറഞ്ഞുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റൂഹ് പിരിയുന്ന നേരം വരെയും നാഥന്റെ മാർഗത്തിൽ തന്നെ നിലനിന്നു പോകാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലിബറലിസത്തിന്റെ കടന്നുകയറ്റം കുടുംബഘടനയിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിക കുടുംബജീവിതം സാധ്യമാകുന്നിടത്ത് നാം മുറുകെ പിടിക്കേണ്ട ഇസ്ലാമിക അധ്യാപനങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചു വെച്ചത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ്. ആ ചർച്ചയിൽ നമുക്ക് വെളിച്ചം നൽകുന്ന ചില ഖുർആനിക പാഠങ്ങൾ സഹോദരി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തണമെന്നാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ആ ഖുർആനിക പാഠങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ നിന്നുള്ളതാണ്. കേവലം 34 ആയത്തുകൾ മാത്രമാണ് സൂറത്തുൽ ലുഖ്മാനിൽ ഉള്ളത് എങ്കിലും വളരെ മനോഹരമായ ആശയ സമ്പുഷ്ടമായ അധ്യാപനങ്ങൾ ആ സൂറത്തിലുടനീളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി നമുക്ക് പഠിക്കാൻ കഴിയേണ്ടതാണ്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവ വിശ്വാസികളുടെ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിന്റെ
അർത്ഥശൂന്യതയും അയുക്തികതയും ഒക്കെ വളരെ കൃത്യമായി മക്കയിലെ മുശ്രിക്കുകളെ പഠിപ്പിക്കുകയും തൗഹീദിന്റെ യുക്തിപരത വളരെ ശക്തമായി ഊന്നിപ്പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഒക്കെ എതിർക്കുന്ന മുശ്രിക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊരു പുതിയ കാര്യങ്ങളല്ല, അതല്ലെങ്കിൽ അറേബ്യക്ക് അപരിചിതമായ ഒരു പുതിയ സംഗതിയല്ല റസൂലുള്ള നിങ്ങളോട് പറയുന്നത്. മറിച്ച് നിങ്ങളുടെ ഈ ദേശത്ത് തന്നെ ജീവിച്ച നിങ്ങളൊക്കെയും അംഗീകരിക്കുന്ന വലിയ തത്വജ്ഞാനിയും ദിഷണാശാലിയും ബുദ്ധിമാനുമായിരുന്ന ലുക്മാനുൽ ഹക്കീമിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ ലുക്മാനുൽ ഹക്കീമിന്റെ വാക്കുകളും ഉപദേശങ്ങളും ഒക്കെ മക്കയിലെ മുശ്രിക്കുകളായ അറബി കവികളും പ്രഭാഷകരും ഒക്കെ ധാരാളമായി അവരുടെ കവിതകളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ ഉപയോഗിക്കുക വളരെ സർവ്വസാധാരണമായിരുന്നു. അപ്പോ അള്ളാഹു അവരോട് പറയുന്നത് അവരുടെ നിലപാടിലെ വൈരുദ്ധ്യം അവസാനിപ്പിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കളെ ബഹുദൈവത്വം സ്വീകരിക്കാനാണ് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം നിങ്ങൾ മഹാപണ്ഡിതനെന്നും വലിയ തത്വജ്ഞാനി എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന ഹസ്രത്ത് ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചത് ബഹുദൈവത്വം ഉപേക്ഷിക്കാനായിരുന്നു. അദ്ദേഹം തന്റെ മകനോട് ആവശ്യപ്പെട്ടത് തൗഹീദിന്റെ അടിത്തറകളിൽ നിലകൊള്ളാനായിരുന്നു, തൗഹീദ് മുറുകെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. പടച്ചവന്റേതല്ലാത്ത എല്ലാ ഇലാഹുകളെയും കൈയൊഴിക്കാനായിരുന്നു ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചത്. നമുക്കറിയാം, ഒരു പിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ അധ്യായത്തിൽ അടുക്കി വെച്ചിട്ടുള്ളത്. ഒരു പിതാവ് താൻ ഏറെ സ്നേഹിക്കുന്ന തനിക്കേറെ ഗുണകാംക്ഷയുള്ള സ്വന്തം മകനെ ഉപദേശിക്കുമ്പോൾ അത് തികച്ചും ഗുണകാംക്ഷ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ആയിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും ഉണ്ടാവുകയില്ല. മറ്റാരെ വഞ്ചിച്ചാലും സ്വന്തം മക്കളെ വഞ്ചിക്കുകയോ അതല്ലെങ്കിൽ മക്കൾക്ക് ഗുണകരമല്ലാത്ത എന്തിനെങ്കിലും മക്കളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുക എന്നത് മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ഒരിക്കലും ചെയ്യുകയില്ലല്ലോ. എന്നിരിക്കെ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അംഗീകരിക്കുന്ന വലിയ തത്വജ്ഞാനി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന മഹാപണ്ഡിതൻ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ പ്രഭാഷണങ്ങളിലും കവിതകളിലുമൊക്കെ ഉപദേശങ്ങളിലുമൊക്കെ നിങ്ങൾ ധാരാളമായി എടുത്തുദ്ധരിക്കുന്ന ആ ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചത് അവനെ പടച്ചവനിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ മകന്റെ ദുനിയാവിലും ആഖിറത്തിലും അവനെ നന്നാക്കാനുള്ള, ദുനിയാവും ആഖിറവും നന്നാവാനുള്ള വഴിയെ സംബന്ധിച്ചായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോ കുടുംബ സംബന്ധമായ ചർച്ചയിൽ, മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ആലോചനയിൽ നമ്മൾ ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വരുംകാല ജനതകൾക്ക് മുഴുവനും പ്രയോജനപ്പെടേണ്ട വിശുദ്ധ ഖുർആനിൽ എന്നല്ല ലോകാവസാനം വരെയും പടച്ചറപ്പ് തന്നെ സംരക്ഷണം ഏറ്റെടുത്ത് നിലനിർത്തിയ പരിശുദ്ധ ഖുർആനിൽ വരാനിരിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്കും മക്കൾക്ക് നൽകാനുള്ള ഉപദേശങ്ങൾക്കുള്ള മനോഹരമായ ഒരു മാതൃക എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൾ, ലുക്മാനുൽ ഹക്കീമിന്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിലനിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ അവരുടെ അജണ്ട എന്തായിരിക്കണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ മുൻഗണനാക്രമം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിലൂടെ നമുക്ക് നൽകുകയാണ്. മക്കളെ സ്നേഹിക്കുന്ന, മക്കളുടെ വിജയത്തിൽ തൽപരരായ ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാനുള്ള വളരെ മാതൃകാപരമായ ഒരു ഡൈ സമർപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്നത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്ക്, സന്താനങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ഒരുപാട് ആലോചനകൾക്ക് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിൽ ഉത്തരം നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ ഈ ലോകത്ത് എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, അവരിൽ ഉണ്ടാകേണ്ട ആദർശ ഭദ്രത ഏതളവിലായിരിക്കണം, അവർക്കുണ്ടാകേണ്ട സാമൂഹ്യ ബാധ്യതകളെ കുറിച്ചുള്ള വിചാരം എത്ര ആഴത്തിലുള്ളതായിരിക്കണം, അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആരാധനകളിലുള്ള നിഷ്ഠ എത്രമാത്രമാകണം, മനുഷ്യരുമായി പെരുമാറുമ്പോൾ ആ പെരുമാറ്റ മര്യാദകളുടെ മാതൃക എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ മനോഹരമായ
കാഴ്ചപ്പാടുകൾ ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അല്ലാഹു ബാക്കി വെച്ചിരിക്കുകയാണ്. തന്റെ മകൻ, തന്റെ മകൾ ഈ ലോകത്ത് എന്തിനു വേണ്ടി ജീവിക്കണം, ആരോടായിരിക്കണം അവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും കടപ്പാടും ഉണ്ടാകേണ്ടത്? പടച്ചവനോടും അതുപോലെ തന്നെ മാതാപിതാക്കളായ തങ്ങളോടും സമൂഹത്തോടുമുള്ള സന്താനങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം? അനിഷ്കുർ ലീ വലി വാലിദൈക്, അനിഷ്കുർ ലീ വലി വാലിദൈക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അനിഷ്കുർ ലീ വലി വാലിദൈക്, എന്നോട് നീ നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. പടച്ചവനോടും നന്ദി കാണിക്കണം. അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറയാണ് മാതാപിതാക്കളോട് നന്ദി കാണിക്കണം. അതേസമയം അതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പടച്ചവന്റെ താല്പര്യങ്ങളും മാതാപിതാക്കളുടെ നിലപാടുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങളും മാതാപിതാക്കളുടെ താല്പര്യങ്ങളും തമ്മിൽ ഇടയുന്നിടത്ത് എന്ത് നിലപാട് സ്വീകരിക്കണം ഒരു വിശ്വാസി? സൃഷ്ടാവിനെതിരിൽ സൃഷ്ടികൾക്ക് അനുസരണമില്ല. സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കേണ്ടതില്ല. അത് മാതാപിതാക്കളായാൽ പോലും. മാതാപിതാക്കൾ പടച്ചവന് പങ്കാളികളെ കൽപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരിക്കലും മോനെ നീ അത് അനുസരിച്ചു പോകരുത്, നിങ്ങൾ അത് അനുസരിച്ചു പോകരുത്. ആ വിഷയത്തിൽ അവർക്ക് അനുസരണമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം ആദർശ ശത്രുക്കളാണെങ്കിൽ പോലും, മാതാപിതാക്കൾ ആദർശ ശത്രുക്കളാണെങ്കിൽ പോലും, മാതാപിതാക്കൾ മുശ്രിക്കുകളായാൽ പോലും ദുനിയാവിൽ അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് ഒരൽപ്പവും വീഴ്ച വരുത്താൻ പാടില്ല. മാതാപിതാക്കൾ അവിശ്വാസികളായാൽ പോലും മാതാപിതാക്കൾ എന്ന നിലക്ക് ദുനിയാവിൽ അവർക്ക് നൽകേണ്ട ബാധ്യതകൾ, അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്ത് ഒരു വിശ്വാസിയായി എടുക്കുന്ന മകന് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പരലോക വിശ്വാസം ഏതളവിലാണ്, അല്ലെങ്കിൽ ഏതളവിലുള്ള സൂക്ഷ്മതയാണ് മനുഷ്യരിൽ നിന്നും ആവശ്യപ്പെടുന്നത്? ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മകനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. പുതിയ തലമുറക്ക് വളരെ അനിവാര്യമായും ഏതൊരു പിതാവിനും ലഭിക്കേണ്ട മനോഹരമായ ഉപദേശമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. പ്രിയപ്പെട്ട മകനെ, രാവിന്റെ ഗനാന്തകാരങ്ങളിൽ അടച്ചിട്ട മുറിയിലിരുന്ന് ഇരുട്ടിൽ ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിൽ പോലും, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നീ ചെയ്യുന്ന അണുമണി തൂക്കം കർമ്മങ്ങൾ പോലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക്, മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും ആഴത്തിൽ അടിയുറപ്പിക്കേണ്ട പരലോകബോധത്തിന്റെ ആഴവും പരപ്പുമാണ് ഈ പഠിപ്പിക്കുന്നത്. ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം ഒരു കണുമണി തൂക്കമേ അത് വരുമെങ്കിൽ പോലും, ഫതകും ഫീ സഹറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ്, അത് ഏതെങ്കിലും കരിമ്പാറക്കെട്ടുകൾക്ക് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും, അതല്ലെങ്കിൽ ആകാശങ്ങളുടെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും, പ്രിയപ്പെട്ട മകനെ, യഅതി ബിഹല്ലാഹ്, അതൊക്കെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്ന, അതൊക്കെ അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു നാള് നിനക്ക് വരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ പാരത്രിക ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യവും അതിനുള്ള വിശ്വാസവും ഒക്കെ ഏതളവിലാണ് വിശ്വാസികളുടെ മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും കടന്നു വരേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വളരെ മനോഹരമായ വിശദീകരണമാണ്. ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ, ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ജാഗ്രതമായ നിലപാട് സ്വീകരിക്കണം നമ്മുടെ മക്കൾ. പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം പറയുകയാണ്, യാ ബുനയ്യ അഖിമിസ് സ്വലാ, പ്രിയപ്പെട്ട മകനെ. ആ വിളിക്കൊരു വല്ലാത്ത ഹൃദ്യതയുണ്ട്, ഒരു മനോഹാരിതയുണ്ട്, അതീവ വാത്സല്യത്തോടു കൂടിയാണ് ആ വിളി. യാ ബുനയ്യ, പ്രിയപ്പെട്ട മകനെ, അഖിമിസ് സ്വലാ, നീ നമസ്കാരം നിലനിർത്തണം കേട്ടോ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ, അവരുടെ ഇസ്ലാമിക ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഏറ്റവും പ്രധാനമായി അവരിൽ ഉണ്ടാകേണ്ട ആരാധനാ നിഷ്ഠയുടെ ഒരു മാതൃക അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ അനിവാര്യ താല്പര്യമായി പ്രാഥമികമായി പടച്ചവനുള്ള ബാധ്യതകളിൽ പ്രധാനമായി വരുന്നത് ശാരീരികമായ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. എവിടെ സൂര്യനുണ്ടോ അവിടെ വെളിച്ചമുണ്ടാകുന്നത് പോലെ ഒരു മനുഷ്യ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ പ്രഥമ അടയാളമായി പഠിപ്പിക്കപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിൽ ഇഖാമത്തു സ്വലാത്ത് ഉണ്ടാകണമെന്നത്. അപ്പൊ യാ ബുനയ്യ അഖിമിസ് സ്വലാ, പ്രിയപ്പെട്ട മകനെ, നീ നമസ്കാരം നിലനിർത്തണം. അതോടൊപ്പം സമൂഹത്തിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ പ്രാധാന്യം എത്രമാത്രമോളം ഉണ്ട് എന്നും പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിർവികാരനായി ജീവിക്കേണ്ടവനല്ല സത്യവിശ്വാസി.
സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളോട് കലഹിക്കാനും കയർക്കാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ശേഷിയും നമ്മുടെ മക്കൾ വളർന്നു വരണം. ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും എനിക്കതുകൊണ്ട് വിരോധമില്ല, നാട്ടിൽ എന്തൊക്കെ നടന്നാലും അത് എന്റെ വിഷയമല്ല, അനീതി അരങ്ങ് തകർക്കുമ്പോഴും അവിടെ എനിക്കൊന്നും ചെയ്യാനില്ല, അതെന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല, കുടുംബവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം സുഖദുഃഖങ്ങളുടെ ലോകത്തേക്ക് ചുരുണ്ടുകൂടുന്ന അങ്ങനെ സ്വാർത്ഥതയുടെ പുറന്തോടിനുള്ളിൽ സമർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസി എന്ന് പറയുന്നത് അങ്ങനെ ഈ പറഞ്ഞ സ്വന്തത്തിലേക്ക് ചുരുണ്ടുകൂടേണ്ടവനല്ല, സാമൂഹ്യമായി നിർവഹിക്കേണ്ട ബാധ്യതകളിൽ ഏർപ്പെടുക എന്ന വലിയൊരു ദൗത്യം നിർവഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് വിശ്വാസികൾ. അപ്പോ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും യാ ബുനയ്യ അഖിമിസ് സ്വലാ എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട്, മോനെ നീ നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് തൊട്ടുടനെ പറയുന്നത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, മോനെ നീ നന്മയോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നന്മയുടെ നാമ്പുകൾ നട്ടുനനച്ചു വളർത്തുന്നിടത്ത് നിന്റെ അടയാളം, നിന്റെ കയ്യൊപ്പുണ്ടാകണം, നിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. സമൂഹത്തിലെ അരുതായ്മകളോട് കലഹിക്കാനും കയർക്കാനും അതിനെതിരിൽ സാധ്യമാകുന്ന രീതിയിൽ പ്രതിരോധം തീർക്കാനും നിനക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധനാ ജീവിതത്തിൽ പരിമിതമായ ഒരു സ്വകാര്യ ജീവിതത്തെ കുറിച്ചല്ല ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നത്. നമസ്കാരത്തോട് ചേർത്ത് പറയുകയാണ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. അങ്ങനെ വരുമ്പോ അങ്ങനെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒക്കെ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയുടെ താല്പര്യത്തിന് നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. അതത്ര സുഖകരമായിരിക്കുകയില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയാണ്, എല്ലാ കാലത്തും അങ്ങനെ. അംബിയാ മുർസലുകളുടെ കാലം മുതൽ അങ്ങനെയാണ്. സമൂഹത്തിൽ നന്മക്ക് വേണ്ടി നന്മ സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ, നീതിയുടെ ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോ, അനീതികൾക്കെതിരെ കലഹിക്കാൻ ആരംഭിക്കുമ്പോ, അരുതായ്മകളോട് നോ പറയുമ്പോ സ്വാഭാവികമായും ഈ ഇരുട്ടിന്റെ ശക്തികൾ, ഇസ്ലാം വിരോധികൾ, സ്വാഭാവികമായും ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തിരിയുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോ അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നേരെ നമസ്കാരത്തിൽ മാത്രം നിരതമാവുകയാണോ ചെയ്യേണ്ടത്? ലുക്മാനുൽ ഹക്കീം തന്റെ മകനോട് പറയുകയാണ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ എന്ന് പറഞ്ഞിട്ട് തൊട്ടുടനെ അദ്ദേഹം പറയുന്നത് വസ്ബിർ അലാ മാ നഫ്സക വസ്ബിർ അലാ മാ അസാബക. നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ സ്വബറിന്റെ പാതയിൽ നീ ഉറച്ചു നിൽക്കണം, സ്വബറിന്റെ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കണം. അതൊക്കെ ഇട്ടേച്ചുകൊണ്ട് സ്വന്തത്തിലേക്ക് ചുരുണ്ടുകൂടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് സഹന സമരത്തിന്റെ മാർഗത്തിൽ ആ നന്മ കൽപ്പിക്കുന്ന വഴികളുമായി പ്രവർത്തനങ്ങളുമായി നീ മുന്നോട്ട് പോകണമെന്നാണ്. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാണ്, വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ രൂപപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ മാതൃക ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചത് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുംകാല വിശ്വാസികൾക്കൊക്കെയും നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് മാത്രവുമല്ല, പെരുമാറ്റ മര്യാദകളെ സംബന്ധിച്ചു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ആ സമൂഹവുമായി ഇടപഴകുമ്പോൾ അവരിൽ ഉണ്ടായേണ്ട, വളർത്തിയെടുക്കേണ്ട പെരുമാറ്റ മര്യാദകളെ സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ്? വലാ തുസഗ്ഗിർ ഹദ്ദക ലിന്നാസ്, ആളുകളിൽ നിന്നും മുഖം തിരിച്ച് സംസാരിക്കരുത് മോനെ. നീ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. അവനവന്റെ ലോകത്തേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു കാലമാണ്. കുട്ടികൾ, ഇന്നത്തെ പുതിയ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് പലരും പറയുന്ന ഒരു പരാതി അതാണ്. കുട്ടികൾ വീട്ടിൽ വരുന്നവരുമായി ഇടപഴകുന്നില്ല, അവരവരുടെ ലോകത്താണ്. അവരുടെ സ്വകാര്യ ലോകത്തേക്ക് ആരും കടന്നു ചെല്ലുന്നത് പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർ സ്ക്രീനിന്റെ ലോകത്താണ്. അപ്പോ ആ അർത്ഥത്തിൽ കുട്ടികൾ ഈ പറഞ്ഞ രീതിയിൽ വീടുകളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നിടത്ത് പുറകോട്ടടിപ്പിക്കുന്ന ഒരു കാലത്തും ലോകത്തും ലുക്മാനുൽ ഹക്കീമിന്റെ വാക്കുകൾ വളരെ മനോഹരമാണ്. സമൂഹമായി ഇടപഴകുമ്പോൾ മുറുകെ പിടിക്കേണ്ട വിനയത്തിന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. വലാ തംശി ഫിൽ അർദി മർഹാ, മോനെ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുത് കേട്ടോ. നീ നടക്കുമ്പോൾ നിഗളിച്ച് നടക്കരുത്, വിനയത്തോട് നടക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കരിച്ച് നടക്കുന്നവരെ, ഈ നിഗളിച്ച് നടക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇങ്ങനെ എന്റെ മകളെ അല്ലെങ്കിൽ എന്റെ മകനെ ലക്ഷണമൊത്ത ഒരു മനുഷ്യനായി, ലക്ഷണമൊത്ത ഒരു മുഅ്മിനായി വളർത്തുവാൻ, ലക്ഷണമൊത്ത ഒരു മനുഷ്യനെന്നും ലക്ഷണമൊത്ത മുഅ്മിൻ എന്നൊക്കെ പറയുമ്പോൾ ഖലീഫത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലെ പടച്ചവന്റെ പ്രതിനിധി. അതാണല്ലോ മനുഷ്യനെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞത്, ഭൂമിയിലെ പടച്ചവന്റെ പ്രതിനിധി. അങ്ങനെ സവിശേഷമായ ആ അർത്ഥത്തിലുള്ള ഒരു വ്യക്തിത്വമായി വളർത്തുന്നതിന്
വളരെ ശ്രദ്ധാപൂർവം ഏതൊരു മാതാപിതാക്കളും മുറുകെ പിടിക്കേണ്ട മാനദണ്ഡങ്ങളാണ്, മാർഗനിർദ്ദേശങ്ങളാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് സത്യവിശ്വാസികൾ എന്ന നിലക്ക്, വിശ്വാസി സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ മറ്റെല്ലാത്തിലും എന്ന പോലെ മക്കളെ വളർത്തുന്നിടത്തും കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ ഉള്ളവരാകണം, കൃത്യമായ ലക്ഷ്യമുള്ളവരാകണം. സമൂഹത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ പല രീതിയിലാണ്, പല കാഴ്ചപ്പാടുകളിലാണ് സമൂഹം മക്കളെ വളർത്തുന്നതും അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതും ഇത് കാണാൻ സാധിക്കും. ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ പശുക്കളെ വളർത്തുന്നത് പോലെ, മറ്റു ചിലർ കാളകളെ വളർത്തുന്നത് പോലെയൊക്കെ മക്കളെ വളർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പശുവിനെ വളർത്തുന്ന ഒരാളെ ചിന്ത എന്താണ്? ഒരാൾ പശുവിനെ വളർത്തുന്ന ഇയാളെ ചിന്ത എന്താണ്? പശുവിനെ അത് വളരണം, അങ്ങനെ അത് വളർന്ന് വലുതാകണം, അങ്ങനെ ആ പശു പ്രസവിക്കണം, അങ്ങനെ ആ പശു പാല് തരണം, അതിന്റെ കുട്ടികളും വളരണം, അതും പ്രസവിക്കണം, അങ്ങനെ അതൊരു വലിയ ക്ഷീര വ്യവസായമായി തനിക്ക് സാമ്പത്തികമായ വലിയ പിൻബലം നൽകുന്ന ഒരു വലിയ സംരംഭമായി തീരണം എന്ന ചിന്തയോടുകൂടി പശുവിനെ വളർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർ കാളപ്പൂട്ടിന് കൊണ്ടുവന്ന കാളകളെ വളർത്തുന്നത് പോലെയും മക്കളെ വളർത്താറുണ്ട്. നല്ല ഭക്ഷണം നൽകി, നല്ല തേച്ചുമിനുക്കി അവയെ എങ്ങനെ വളർത്തും. അങ്ങനെ ചെയ്യുമ്പോൾ ആ കാളയുടെ ഉടമസ്ഥന്റെ ലക്ഷ്യം എന്താണ്? ആ കാളയുടെ ഉടമസ്ഥന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂട്ടുകണ്ടത്തിൽ മത്സരത്തിനിറങ്ങുമ്പോൾ 1ാം സ്ഥാനം തന്റെ കാളക്ക് തന്നെ കിട്ടണം എന്നതാണ്, അല്ലെ? ഇതുപോലെ കുട്ടികളെ വളർത്തുന്നവരെയും നമുക്ക് സമൂഹത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. ഇങ്ങനെ കാളകളെ വളർത്തുന്നവർ വലിയ ദ്രോഹവും കൂടി ആ കാളകളോട് ചെയ്യാറുണ്ട് എന്ന് നമുക്ക് കാണാം. എന്താണത്? കാളകൾ സസ്യബുക്കാണ്, അല്ലെ? പക്ഷെ സസ്യബുക്കുകളായ കാളകൾക്ക് അവർ മാംസം നൽകും. എങ്ങനെയാണ് മാംസം നൽകുക? നല്ല കോഴി ഇറച്ചി നല്ല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് നെയ്യിൽ പൊരിച്ചെടുത്തിട്ട് അത് വൈക്കോലിൽ ചുരുട്ടിയിട്ട് ആ ഇറച്ചി അടങ്ങിയ വൈക്കോൽ കാളയുടെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് കാളയുടെ ഉടമസ്ഥൻ ചെയ്യുക. കാള അത് അങ്ങനെ തന്നെ വൈക്കോലിനോടൊപ്പം ചവച്ച് അകത്താക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തടിയും മിനുപ്പുമാണ് അത്തരം ഈ കാളപൂട്ടിനിറങ്ങുന്ന അല്ലെങ്കിൽ മത്സരത്തിനിറങ്ങുന്ന കാളകൾക്ക് ഉണ്ടാവുക. ഈ കാളകളെ പോലെ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ ഒതുങ്ങാത്തതും കൊള്ളാത്തതുമായ വിഷയങ്ങൾ മുഴുവനും മാംസബുക്കാണോ സസ്യബുക്കാണോ എന്നൊന്നും പരിഗണിക്കാതെ ആ മക്കളുടെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുത്ത് അത് വിഴുങ്ങി അങ്ങനെ LKG മുതൽ അങ്ങോട്ട് എല്ലാ ക്ലാസ്സിലും എന്റെ മകന് തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കൂട്ടുകാളയെ പോറ്റുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുകാളയെ പോലെ മക്കളെ വളർത്തുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പശുവിനെ വളർത്തുന്നത് പോലെയും കൂട്ടുകാളയെ വളർത്തുന്നത് പോലെയൊക്കെ മക്കളെ വളർത്തുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ ആരാകണം, നമ്മുടെ പേരക്കുട്ടികൾ ആരാകണം എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമോ ഒരു അവ്യക്തതയോ ഇല്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നിർണയിച്ച ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ നിർണയിച്ച ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളിൽ, അതുപോലുള്ള മഹാന്മാരായ പ്രവാചകന്മാരുടെ വാക്കുകളിൽ പടച്ച റബ്ബ് നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മകൻ ഇസ്മായിലിന്റെ കൂടെ പരിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പൊടി പുരണ്ട കൈകൾ പടച്ചവനിലേക്ക് ഉയർത്തിക്കൊണ്ട് പിതാവായ ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നതും അടുത്തു നിൽക്കുന്ന മകൻ ആമീൻ പറയുന്നതും നമ്മളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക, നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. എന്തൊരു മനോഹരമായ രംഗമാണത്. ആ പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ കടമെടുത്താൽ ആ പ്രവാചകന്റെ വാക്കുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനിലക്, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനിലക്, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് ജീവിതത്തെ സമർപ്പിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം. ഞങ്ങളെ രണ്ടുപേരെയും. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ അജണ്ട മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രം ഇബ്രാഹിം അലൈഹിസ്സലാം തൃപ്തനല്ല. താൻ നല്ല ആരാധനകളിൽ വളരെ നിഷ്ഠ പുലർത്തുന്നുണ്ട്, 5 നേരവും പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചത് കൊണ്ട് മാത്രം ആ പ്രവാചകന്റെ അന്തരംഗം ശാന്തമാകുന്നില്ല. മറിച്ച് വജ്അൽനാ മുസ്ലിമൈനിലക്, പടച്ചവരെ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് ജീവിതത്തെ സമർപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോ ഞാൻ ഇങ്ങനെ പടച്ചോനും ദീനും ആ ഖുർആനും പള്ളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക, മക്കളെ വഴിക്ക് അവരവരെ ദുനിയാവ് നന്നാക്കാനുള്ള പണിയിൽ ഏർപ്പെട്ടുകൊള്ളട്ടെ, അവരുടെ ആഖിറത്തിനെ കുറിച്ച് അത്രയൊന്നും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ആവശ്യകത എനിക്കില്ല. അങ്ങനെയല്ല, മകന്റെ അജണ്ട കൂടി പിതാവ് നിർണയിക്കുകയാണ്. മകന്റെ അജണ്ട കൂടി പിതാവ് പടച്ചവനുമായി പങ്കുവെക്കുകയാണ്. അത് മകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മക്കൾക്ക് മനസ്സിലാകണം, മക്കൾക്ക് ബോധ്യപ്പെടണം എന്താണ് തന്റെ കാര്യത്തിൽ തന്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്, തന്നിൽ നിന്നും എന്താണ് തന്റെ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും എന്ന് മക്കൾക്ക് നമ്മുടെ സമീപനത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന്, അവർക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്താണ് എന്റെ പിതാവ്, എന്റെ മാതാവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്റെ മകൻ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മാതൃകതാണ്. എന്റെ മകൻ ഒന്നാമതായി
പ്രഥമവും പ്രധാനവുമായി പടച്ചവന് ജീവിതത്തെ സമർപ്പിക്കുന്നവനായി തീരണം. അവൻ മറ്റേത് ജീവിത മേഖലകളിൽ എത്ര ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടാലും അവൻ പ്രഥമവും പ്രധാനവുമായി അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവരുടെ കൂട്ടത്തിൽ മുന്നോട്ട് പോകണം. റബ്ബിന്റെ അതൃപ്തി ക്ഷണിച്ചു വരുത്തുന്ന ഒന്നും എന്റെ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ലോകത്ത് അവന് ഏറ്റവും കൂടുതൽ കടപ്പാടും പ്രതിബദ്ധതയും ഉണ്ടാകേണ്ടത് പടച്ചവനോടായിരിക്കണം. ദുനിയാവിന്റെ മറ്റെന്തിന്റെ കാര്യത്തിൽ പുറകിലായാലും പടച്ചവനോടുള്ള ബാധ്യതകളുടെ നിർവഹണത്തിന്റെ വിഷയത്തിൽ എന്റെ മകൻ ഒരൽപ്പം പോലും പുറകിലായി പോകാൻ പാടില്ല. മകന്റെ അജണ്ട മാത്രമല്ല, പേരക്കുട്ടികളുടെ അജണ്ടയും കൂടി നിർണയിക്കുകയാണ് വല്ലിപ്പ. വമിൻ ദുർരിയത്തിന ഉമ്മത്ത മുസ്ലിമത്തല്ല. പടച്ചവനെ, ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും പൊട്ടിമുളക്കുന്ന സകല സന്തതി പരമ്പരകളിലും നിനക്ക് ജീവിതത്തെ സമർപ്പിച്ചവരുണ്ടാകണം. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരക്കുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിയുടെ പുത്രൻ യാക്കൂബ് അലൈഹി ഇസ്ലാം സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇതേ നിലപാട് പ്രകടിപ്പിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിൽ കാണുകയാണ്. മഹാനായ യാക്കൂബ് അലൈഹി ഇസ്ലാം മരണാസന്നനായി കിടക്കുന്ന വേളയിൽ പോലും ആ പിതാവിന്റെ ടെൻഷൻ തന്റെ കാലശേഷം കുട്ടികൾ എങ്ങനെ ജീവിക്കുമെന്ന കാര്യത്തിലല്ല, അല്ലെങ്കിൽ താൻ പാടുപെട്ടുണ്ടാക്കിയ സമ്പത്ത് അവരെങ്ങനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിലല്ല, താൻ ഏതൊരു ആദർശത്തിന്റെ മാർഗത്തിലാണോ ജീവിതം സമർപ്പിച്ചത് അതേ മാർഗത്തിൽ തന്റെ മക്കളും നിലകൊള്ളണം എന്നതായിരുന്നു മഹാനായ യാക്കൂബ് അലൈഹി ഇസ്ലാം തന്റെ വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിൽ മരണാസന്ന വേളയിൽ പോലും ചിന്തിക്കുന്നത്. അങ്ങനെ മരണവേളയിൽ ആ പ്രവാചകൻ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ അജണ്ടയിൽ എത്രമാത്രം കടന്നു വരുന്നുണ്ട്. തന്റെ മക്കളെ കുറിച്ച്, ആ മക്കളിൽ നിന്ന് ഒരു ഉറപ്പ്, ആ വിഷയത്തിൽ തന്റെ ആഗ്രഹം, തന്റെ പ്രതീക്ഷ, മക്കളെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് മക്കളിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാതെ ആ പ്രവാചകന് ഒരു സമാധാനം ലഭിക്കുന്നില്ല, ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അതുകൊണ്ട് ഖുർആൻ പറയാണ്, നേരത്തെ പറഞ്ഞ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ തുടർച്ചയിൽ അതേ പേജിൽ തന്നെ അവസാന ഭാഗത്ത് സൂറത്ത് ബഖറയിൽ നമ്മൾ കാണുകയാണ്, ഇത് ഹദറ യാഖൂബൽ മൗത്ത്. യാക്കൂബ് അലൈഹി ഇസ്ലാം തന്റെ മരണാസന്നനായ സന്ദർഭത്തിൽ, ആസന്ന മരണവേളയിൽ മക്കളെ വിളിക്കുകയാണ്. മക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്നത്, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആർക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞാൻ ഉള്ളപ്പോൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതം എന്റെ മുമ്പിലാണ്, കൺമുന്നിലാണ്. പക്ഷെ എനിക്ക് ശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം? ആർക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോവുക? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ആ മരണാസന്നനായ വേളയിൽ പിതാവിന്റെ ചുറ്റും നിന്നുകൊണ്ട് ബാപ്പ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതേ നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. മുസ്ലിമായ പിതാവിന്റെ ദീനീ നിഷ്ഠയുള്ള മക്കളാണ്. ഏതൊരു വിശ്വാസിയായ പിതാവിനും ദുനിയാവിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോ, പടച്ചവനിലേക്ക് പോകുമ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ മക്കളുടെ കാര്യത്തിൽ സംതൃപ്തി നൽകുന്ന, വളരെ നിർവൃതിയോടുകൂടി നാഥനെ കണ്ടുമുട്ടാൻ കഴിയുന്ന മറുപടിയാണ് ആ മക്കൾ നൽകുന്നത്. ഇങ്ങനെ പോകാൻ കഴിയണം. ദുനിയാവിനോട് വിട പറയുമ്പോൾ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു സന്തോഷത്തോടു കൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുക എന്നത് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. അങ്ങനെ അവർ പറയാണ്, പ്രിയപ്പെട്ട പിതാവെ, താങ്കൾ അസ്വസ്ഥപ്പെടേണ്ട, വളരെ സമാധാനത്തോടു കൂടി കണ്ണടക്കാനുള്ള, പിതാവിന് സന്തോഷത്തോടു കൂടി ലോകത്ത് വിട പറയാൻ കഴിയുന്ന മറുപടിയാണ് മക്കൾ നൽകുന്നത്. താങ്കൾ ഏതൊരു അല്ലാഹുവിനാണോ ജീവിതത്തെ സമർപ്പിച്ചത്, പ്രിയപ്പെട്ട പിതാവെ, താങ്കൾ ഏതൊരു റബ്ബിന്റെ മാർഗത്തിലാണോ ജീവിതം കഴിച്ചു കൂട്ടിയത്, ഏതൊരു അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള അവസ്ഥയിലാണോ താങ്കൾ ജീവിച്ചത്, അതേ ഇലാഹിന് തന്നെയാണ് ഞങ്ങളും ഇബാദത്ത് ചെയ്യുക, അതേ ഇലാഹിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ജീവിക്കുക എന്നവർ വളരെ സന്തോഷത്തോടു കൂടി മറുപടി പറയുകയാണ്. പിതാവിന്റെ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം നൽകുകയാണ്. ആ പറഞ്ഞതിന് ഖാലൂ നഅബുദു ഇലാഹക എന്ന് പറഞ്ഞതിന് കുറെ കൂടി കൃത്യതയും വ്യക്തതയും ക്ലിപ്തതയും വരുത്തുന്നതിന് വേണ്ടി കുറച്ചും കൂടി തറപ്പിച്ച് പറയുകയാണ്, വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ, താങ്കളുടെ പിതാവായ ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും ഇസ്മായിലിന്റെയും ഒക്കെ നാഥനുണ്ടല്ലോ, ആ ഇലാഹിന് തന്നെയാണ് ഒറ്റയായ ആ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ ആ ഇലാഹിന് കീഴ്പ്പെട്ട അവസ്ഥയിൽ, ദീനീ മാർഗത്തിൽ സമർപ്പിക്കാത്ത അവസ്ഥയിൽ തന്നെയാണ് പ്രിയപ്പെട്ട പിതാവെ ഞങ്ങൾ ചെലവഴിക്കുക എന്നതാണ്, ഞങ്ങൾ ജീവിതം സമർപ്പിക്കുക എന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഏതൊരു ദീനിന്റെ മാർഗത്തിലാണോ ബാപ്പ പണിയെടുക്കുന്നത് ആ മാർഗത്തിൽ തന്നെയാണ് മക്കളായ ഞങ്ങളും ഉള്ളത് എന്ന് മക്കളിൽ നിന്നും ഒരു മറുപടി കിട്ടാൻ, അല്ലെങ്കിൽ മക്കളിൽ നിന്നും ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടി ആ പിതാവ് ആഗ്രഹിക്കുകയാണ്. ആ പിതാവ് ആഗ്രഹിച്ച പ്രതികരണം തന്നെ മക്കളിൽ നിന്ന് ലഭിക്കുകയാണ്. പിതാവ് ആഗ്രഹിച്ച മറുപടി തന്നെ മക്കളിൽ നിന്ന് കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, ആ പ്രവാചകന്മാർക്ക് മുഴുവനും, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും
മക്കൾക്ക് നൽകാനുണ്ടായിരുന്ന അന്ത്യോപദേശം, ആഖിരി വസിയത്ത് ഇത് തന്നെയായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ ദീനിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ്. ഈ ദീനിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇത്രയും മഹത്തായ ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും വളരെ മനോഹരമായി അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന, പടച്ചവൻ സമർപ്പിക്കുന്നതിൽ ഒരു സങ്കീർണതയും ഇല്ലാത്ത പടച്ചവന്റെ സമ്പൂർണമായ ദീനിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ മുസ്ലിം ആയിരിക്കുന്ന, അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കപ്പെട്ട അവസ്ഥയിലല്ലാതെ നിങ്ങൾക്ക് മരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ ഏതൊരു പിതാവിനും മക്കൾക്ക് നൽകാനുള്ള മനോഹരമായ ആഖിരി വസിയത്തായി നൽകുകയാണ്. ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ കൃത്യമായി നിർണയിച്ചു തന്നിട്ടുള്ള ഈ ഒരു ലക്ഷ്യബോധം, മക്കളുടെ കാര്യത്തിൽ ഈ ഒരു ലക്ഷ്യബോധം തന്നെയാണോ പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും നയിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുകയും ആത്മവിചാരണ നടത്തുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അവരുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ച രീതിയിലായിരിക്കുക, മരണം പടച്ചറപ്പ് തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കുക, പരലോകത്ത് അവരോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയുക. മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരു മാതാവിനും പിതാവിനും ഒക്കെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ട മൗലികമായ ഈ കാഴ്ചപ്പാടിൽ, അടിസ്ഥാനപരമായ ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാൻ, പടച്ചവൻ ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോകാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന അവസാനം അള്ളാഹുവിന്റെ സ്വർഗം കുടുംബസമേതം അനന്തരമെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.